അന്ന് 4ാം ക്ലാസ് വരെയാണ്, 4ാം ക്ലാസ് വരെ. അപ്പോൾ ആ 4 ക്ലാസ് ഉള്ളതിൽ ഞാൻ 2ാം ക്ലാസ്സിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 4 ക്ലാസ്സുകൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒഴിക്കര വേലുപിള്ള സാർ എന്നൊരു അധ്യാപകൻ എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. അക്കൂട്ടത്തിലാണ് ഒരു കൊല്ലം അവിടെ ഒരു സ്കൂളിൽ പോയി പഠിക്കേണ്ടി വന്നു. പരവൂർ, ഇന്നത്തെ പരവൂരിലെ സെൻറ്ററിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അന്നില്ലായിരുന്നു. തെക്ക് ഭാഗം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നില്ല. ഇദ്ദേഹം എല്ലാ ക്ലാസ്സും, വേലുപിള്ള എന്ന് പറഞ്ഞ സാറ് എന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ പോയി ചേർന്നു. 2ാം ക്ലാസ് കഴിഞ്ഞ് ബാക്കി 3 ക്ലാസ് കൂടെ അദ്ദേഹം തന്നെ പഠിപ്പിച്ചു. അതിന് ശേഷമാണ് പ്രിപ്പയറട്ടറിക്ക് ഒരു ടെസ്റ്റ് എഴുതിയാൽ മതി അന്ന്. ആ ടെസ്റ്റ് എഴുതിയിട്ട് പ്രിപ്പയറട്ടറി ക്ലാസ്സിൽ, ഇന്ന് ആ ക്ലാസ്സില്ല, ചേർന്നു. പിന്നീട് 6th ഫാം വരെ അതേ സ്കൂളിൽ തന്നെ, കോട്ടപ്പുറം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തന്നെ കഴിഞ്ഞു. കോട്ടപ്പുറം ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് അന്ന് മയ്യനാട്, കാപ്പിൽ, ഇടവ, ചാത്തന്നൂർ, പാരിപ്പള്ളി ഇത്രയും സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള ഏക സ്കൂൾ ഈ സ്കൂൾ മാത്രമായിരുന്നു. ഏതാണ്ട് 4th-ലോ 5th-ലോ ആയപ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൽ നിന്നൊക്കെ ചാടി. എന്നെ ഒരു പള്ളിക്കൂടത്തിലും പഠിപ്പിക്കത്തില്ല, രാഷ്ട്രീയം കാരണം. ഈ തടഞ്ഞ ലഘുലേഖകൾ അത് ഇതെല്ലാം എൻ്റെ പേരിൽ പോസ്റ്റിൽ വരും. അല്ലാതെ തന്നെ ഞാൻ പ്രായക്കുറവാണെങ്കിലും ഞാൻ എറണാകുളത്ത് ബോട്ടിൽ പോയി ഈ തടഞ്ഞ ലഘുലേഖകളെല്ലാം പട്ടണങ്ങളിലെല്ലാം, അന്ന് കോൺഗ്രസ്സാണ്, എറണാകുളം താമസിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ, പെട്ടെന്ന് താണുപിള്ള, കണ്ണൻതോട്ടത്ത് ജനാർദ്ദൻ നായർ, ഇവരെല്ലാം തിരുക്കൊച്ചിയാണ്. അവിടെ നിൽക്കാൻ അവർക്ക്, ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യും. ഞാൻ ബോട്ടിൽ പോയി രാത്രി കൊല്ലത്തിൽ നിന്ന് ബോട്ടിൽ കയറി നേരെ എറണാകുളത്തിറങ്ങി, അവിടുന്ന് ഈ ലഘുലേഖകളും കൊണ്ട് പരവൂർ വന്നിട്ട് ഞങ്ങൾ അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ്സുണ്ട്. വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഇന്ത്യയിലെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന രവീന്ദ്രവർമ്മ എന്ന് പറയും. അങ്ങേരാണ് ഓൾ ഇന്ത്യ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്. ഞാൻ കൊല്ലം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അന്ന് മാസ്റ്റർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പഠിത്തം തന്നെ അങ്ങേര് പ്രധാനം. സംഗീതത്തിൽ മാത്രമല്ല, സ്കൂൾ കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിലും ദേവരാജൻ സമർത്ഥനായിരുന്നു. പിതാവ് കൊച്ചുഗോവിന്ദനാശാനിൽ നിന്നും ലഭിച്ച ശിക്ഷണം മാസ്റ്ററുടെ സർഗയാത്രയിൽ എന്നും വഴിവെളിച്ചമായിരുന്നു. പൈതൃകമായി ലഭിച്ച സംഗീതവും വായിച്ചു പഠിച്ച പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കൂടുതൽ പൂർണ്ണതയിലേക്ക് നയിച്ചു. 40കളിലും അതിനുശേഷവും സംഗീതത്തിൽ, സ്കൂൾ ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് സംഗീതത്തിൽ മത്സരവും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കലാപ്രതിഭയും കലാതിലവും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അന്ന് ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യം ആളുകൾക്കുമില്ല, വിദ്യാഭ്യാസ വിദഗ്ധർക്കും, വിദ്യാഭ്യാസ അധികാരികൾക്കുമില്ല, വിദ്യാർത്ഥികൾക്കുമില്ല. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോന്നു. അക്കൂട്ടത്തിൽ ഇയാൾ മാത്രം ഒരു നല്ല രീതിയിൽ സംഗീതം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ദേവരാജൻ്റെ അച്ഛൻ തന്നെയായിരുന്നു ഗുരു. ആദ്യം മുതൽ ഏതാണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആകുന്നത് വരെ അച്ഛൻ തന്നെയായിരുന്നു ഗുരു. അതിനുശേഷം സ്വയം ഗുരുവായി, അല്ലാതെ മറ്റൊരു ഗുരുവിനെ തേടിപ്പോയില്ല. പിന്നെ പ്രസിദ്ധരായ പല സംഗീതജ്ഞരെ സംഗീതം കേൾക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിതിയിലെത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പ്രത്യേകിച്ചൊരു ഗുരു ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വയം റിസർച്ച് ചെയ്ത് മ്യൂസിക് എല്ലാ രീതിയിലും സ്വയം റിസർച്ച് ചെയ്ത് വരുത്തിയതാണ് ഈ പാണ്ഡിത്യം മുഴുവനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം